റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റേതായിരുന്നു. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു. അതെനിക്കിഷ്ടമില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എന്തോന്ന്? ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അങ്ങനെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരൊക്കെ കത്തിയെടുത്ത് നടക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ സമയം ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് അതിന് ഉറപ്പ് പറയാൻ സാധിക്കും? മീഡിയ വണ്ണിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടന പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചു. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ കുത്തിക്കൊല്ലുമെന്നാണോ കാണിച്ചത്? അല്ല, കൈമലത്തി കാണിച്ചല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്നും താങ്കൾ പറയല്ലേ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും, ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും, കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തിക്കൊല്ലാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകർക്ക്? പറയട നാട്ടുകാരോട് ഉത്തരം പറ. അതൊന്നും എനിക്കറിയാൻ മേല. ഇവിടെ സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിക്കുന്നു. അതെ അതെ, ഇവിടെ സുരേഷ് ഗോപി തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. ഈ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ സർക്കാരാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. സുരേഷ് ഗോപി ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കണം എന്ന് പറയാ. അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കും? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അദ്ദേഹത്തിന്റെ വാഷ്റൂമിൽ നിന്ന് വന്നാൽ കേന്ദ്രമന്ത്രിയോട് നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്? അദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രയാസം. അയ്യോ പോട്ടെ പോട്ടെ. അദ്ദേഹം ഏത് രീതിയിൽ ഏത് സ്ഥലത്തിരിക്കുമ്പോഴാണ് നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത്? അതുകൂടി പറയണ്ടേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്ത് പറ്റി രമണ? എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ഒറ്റ കാര്യം, ഈ ചോദ്യം കൊണ്ട് കുത്തിക്കൊല ചെയ്യപ്പെടും എന്നുള്ള പേടിയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഞാൻ MP ആയാൽ ഞാൻ ഈ വലിയ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.